നാം കടന്നു പോകുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാറുണ്ട്. അത് നല്ല രീതിയിലും മോശമായ രീതിയിലും സ്വാധീനിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ജീവിതയാത്രയിലെ നമ്മുടെ കണക്ക് കൂട്ടലുകൾ തെറ്റുന്ന സമയം എന്ത് ചെയ്യണമെന്നറിയാതെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഭാരം, പ്രയാസം കടന്നു വരുന്ന നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം പലപ്പോഴും അനുഭവിച്ചിട്ടുള്ളവരാണ്. എന്നാൽ യഥാർത്ഥത്തിൽ എപ്രകാരമാണ് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെ തരണം ചെയ്യുക എന്നത് നാം മനസ്സിലാക്കി മുന്നേറേണ്ടത് വളരെ ആവശ്യമാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നമുക്ക് പരിധികൾ ഉണ്ട് എങ്കിലും പരിധികളും പരിമിതികളും ഇല്ലാത്ത ഒരു ജീവിക്കുന്ന ദൈവം കൂടെയുണ്ട് എന്ന തിരിച്ചറിവ് നമ്മുടെ ജീവിതയാത്രയെ വളരെയധികം സ്വാധീനിക്കും. കാരണം നമ്മുടെ മുമ്പിൽ കടന്നു വരുന്ന പല സാഹചര്യങ്ങളിലും മാനുഷികമായി നാം നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറത്തു വരുവാൻ നമുക്ക് കഴിയുകയില്ല. എന്നാൽ എല്ലായ്പ്പോഴും നാം അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യം നാം തിരിച്ചറിഞ്ഞ് ദൈവശബ്ദത്തിന് കാതോർക്കുന്നെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് വിജയം കാണുവാൻ കഴിയും. ശത്രുവായവൻ മുമ്പിൽ കൊണ്ടുവന്നിടുന്ന വിഷയങ്ങളെ നോക്കി ഞാൻ ഇവിടെ തീരും എന്ന് പറയുന്നതിന് പകരം ഈ കഷ്ടതയുടെ നടുവിലും ഞാൻ എന്റെ ദൈവത്തിന്റെ സ്നേഹവും കരുതലും അനുഭവിക്കും എന്ന് പറയുവാൻ തുടങ്ങണം. എല്ലാവരും തീർന്നു എന്ന് പറഞ്ഞ ഇടത്തു നിന്ന് തന്നെ ദൈവം തന്റെ പദ്ധതി ആരംഭിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം കാണിച്ച സ്വപ്നം ഒരിക്കലും നടക്കാതിരിക്കേണ്ടതിന് തന്റെ സ്വന്തം സഹോദരന്മാർ തന്നെ പ്രവർത്തിക്കുമ്പോൾ ദൈവം കാണിച്ച ദർശനത്തിന്റെ നിവൃത്തീകരണത്തിലേക്കുള്ള ചവിട്ടുപടിയായി അതെല്ലാം മാറുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. പ്രിയ ദൈവജനമേ, ഇനി നിങ്ങൾക്ക് പുറത്തു വരുവാൻ കഴിയുകയില്ല എന്ന് ആരാ നിങ്ങളോട് പറഞ്ഞത്? ഒരിക്കലും അത് വിശ്വസിക്കരുത്. സാധ്യതകളെ, സാഹചര്യങ്ങളെ മാറ്റുവാൻ കഴിയുന്ന ഒരു ജീവിക്കുന്ന ദൈവമുണ്ട് എന്ന് ഒന്ന് ഉറക്കേണ്ടത് ആവശ്യമാണ്. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ യേശുക്രിസ്തുവിന്റെ സുവിശേഷവുമായി പോകുന്ന ഇടത്തെല്ലാം അവർ വിവിധങ്ങളായ പ്രശ്നപ്രയാസങ്ങളിലൂടെയെല്ലാം കടന്നുപോയി എങ്കിലും അവരെ ആശ്വസിപ്പിക്കുന്ന, അവരെ ബലപ്പെടുത്തുന്ന, അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ദൈവസ്നേഹവും ദൈവിക കരുതലും ദൈവപ്രവൃത്തിയും അവരുടെ ജീവിത മേഖലകളിലെല്ലാം അവർ അനുഭവിച്ചത് കൊണ്ടാണ് തങ്ങൾ അനുഭവിച്ച ദൈവസ്നേഹത്തെ കുറിച്ച് വളരെ വ്യക്തമായി പറയുവാൻ സാധിച്ചത്. ജീവിതയാത്രയിൽ എത്ര വലിയ കഷ്ടങ്ങൾ വന്നാലും അവിടെ നിരാശപ്പെടാതെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ തീർച്ചയായും ഈ ദൈവം നമ്മോട് സംസാരിക്കും. ദൈവം നമ്മെ കരം പിടിച്ച് വഴി നടത്തും. ഒരുപക്ഷെ കഠിനമായ സമ്മർദ്ദത്തിലൂടെയും കഠിനമായ പീഡയിലൂടെയും കടന്നു പോകുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിലും എനിക്ക് നിങ്ങളോട് ഒരു സദ്വർത്തമാനം പറയുവാനുണ്ട്. നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. അത് മറ്റാരുമല്ല, ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശുക്രിസ്തു. കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ടല്ലേ നിങ്ങൾ തീരുമാനങ്ങൾ എടുത്തത്? എന്നിട്ട് ഇന്ന് കടന്നു വരുന്ന ചെറിയ വിഷയത്തിന്റെ മുമ്പാകെ നിങ്ങൾ എന്തുകൊണ്ട് നിലവിളിക്കുന്നു? കഴിഞ്ഞ നാളുകളിൽ നടത്തിയ ദൈവം ഇന്നും നടത്തുവാൻ ശക്തനാണ് എന്ന് ഒന്ന് ഉറക്കേണ്ടത് ആവശ്യമാണ്. അതെ, സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമാണെങ്കിലും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മെ കരുതുന്ന, നമ്മെ നടത്തുന്ന, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ജീവിക്കുന്ന ദൈവത്തിന്റെ കരം നാം കാണും, നാം അത് അനുഭവിക്കും. നമ്മുടെ കരം പിടിച്ച് വഴി നടത്തുവാൻ, നമുക്ക് ബുദ്ധി ഉപദേശിച്ചു തരുവാൻ പ്രാപ്തിയുള്ള പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിന് വേണ്ടി നമുക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ദൈവാത്മാവിന്റെ ശബ്ദത്തിന് നമുക്കൊന്ന് കാതോർക്കുവാൻ കഴിയുന്നുണ്ടോ? ഇതുവരെ അതിന് കഴിഞ്ഞിട്ടില്ല എങ്കിൽ ദൈവാത്മാവെ എന്നോട് സംസാരിക്കണമേ എന്ന് പറയുന്ന പ്രിയ ദൈവജനമേ, നിങ്ങളോട് സംസാരിക്കുവാൻ ഈ പരിശുദ്ധാത്മാവ് തയ്യാറാണ്. നമ്മുടെ ജീവിതയാത്രയിലെ തിരക്കുകൾ കൊണ്ട് പലപ്പോഴും നമുക്ക് ദൈവത്തോട് സംസാരിക്കുവാൻ കഴിയുന്നില്ല. എന്നാൽ അഖില ചരാചരങ്ങളെ ഒറ്റ വാക്കിൽ ഉളവാക്കിയ ഈ ദൈവത്തിന്റെ മുമ്പാകെ കടന്നു വന്ന് ദൈവമേ എന്റെ വിഷയത്തിന്റെ നടുവിൽ അങ്ങ് ഇടപെടണമേ എന്ന് പറയുന്നെങ്കിൽ തീർച്ചയായും ഈ ദൈവത്തിന്റെ കരം നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾ കാണും. ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിച്ചു പോകുന്നവർ അനേകരുണ്ട്. എന്നാൽ അതൊന്നും കണ്ട് ഭാരപ്പെടല്ല. കാരണം നിങ്ങളെ വില കൊടുത്ത് വാങ്ങിയ ഒരു ദൈവമുണ്ട്. നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥ മറ്റൊരു വ്യക്തിക്കും മനസ്സിലാകുന്നില്ല എന്നല്ലേ നിങ്ങൾ പറയുന്നത്? പ്രിയ ദൈവത്തിലെ, ആർക്കും നിങ്ങളുടെ അവസ്ഥ മനസ്സിലായില്ലെങ്കിലും നിങ്ങളെ ഉള്ളതുപോലെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഈ ദൈവത്തിന്റെ അടുക്കിലേക്ക് അടുത്തു വരുന്ന ഒരു വ്യക്തിയെ പോലും അവൻ തനിച്ചാക്കുകയില്ല. അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഈ ദൈവവുമായിട്ടുള്ള ബന്ധം എന്നത് ഈ ലോകം കൊണ്ട് തീരുന്നതല്ല, മറിച്ച് നിത്യതയിലും തുടരുന്നത്. അതെ, ജീവിതയാത്രയിൽ കരം പിടിച്ചു വഴി നടത്തുവാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ കരം നിങ്ങളുടെ ജീവിത മേഖലകളിൽ നിങ്ങൾ അനുഭവിക്കുവാൻ പോകുകയാണ്. ഈ ദൈവവുമായിട്ടുള്ള ബന്ധം ഈ ലോകം കൊണ്ട് തീരുന്നതല്ല. ഈ ലോകത്തെ വിജയകരമായ ഒരു ജീവിതം നയിക്കുവാൻ ഈ ദൈവം സഹായിക്കും. മാത്രമല്ല, അവൻ നിത്യതയിലേക്ക് ഒരുക്കുന്നവനാണ്. അതേ പ്രിയ ദൈവത്തിലെ, സാധ്യതകളും സാഹചര്യങ്ങളും എല്ലാം പ്രതികൂലമാകുമ്പോഴും നിങ്ങൾക്കായി കരുതുന്നവൻ, നിങ്ങൾക്കായി പ്രവർത്തിക്കുന്നവൻ നിങ്ങളുടെ ജീവിതയാത്രയിൽ ഈ ദിവസങ്ങളിൽ അത്ഭുതങ്ങളെ ചെയ്യുവാൻ പോവുകയാണ്. ഒരുങ്ങി കാത്തിരുന്നവരെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച
ഒരനുഭവം അപ്പോസ്തല പ്രവൃത്തികൾ 2-ാമത്തെ അധ്യായത്തിൽ കാണുവാൻ കഴിയും. അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവർ കടന്നു ചെന്ന ഇടത്തെല്ലാം അവർ ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെട്ടു. പ്രിയ ദൈവത്തിലെ, നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളിലെല്ലാം ഈ ജീവിക്കുന്ന ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുവാൻ ഈ ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. സാധ്യതകളും സാഹചര്യങ്ങളും എല്ലാം പ്രതികൂലമാണ് എന്ന് പറഞ്ഞ് ഇരിക്കാതെ സാധ്യതകളുടെയും സാഹചര്യങ്ങളുടെയും അപ്പുറത്ത് പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായും ജീവിതയാത്രയിൽ നിങ്ങൾ വിജയം കാണുക തന്നെ ചെയ്യും. നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഈ ദൈവത്തിന് വേണ്ടി നിൽക്കണം, ഞാൻ അനുഭവിച്ച സന്തോഷം മറ്റുള്ളവരോട് പറയണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് നിങ്ങൾ നിരാശപ്പെടരുത്. സാഹചര്യങ്ങളെ നോക്കി നിങ്ങൾ നെടുവീർപ്പെടരുത്. ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി എന്നെ സഹായിപ്പാൻ കഴിയുന്ന, എന്നെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഞാൻ കാണും എന്ന് പറയുവാൻ തുടങ്ങണം. സാഹചര്യങ്ങളും സാധ്യതകളും എല്ലാം പ്രതികൂലമാകുമ്പോഴും കരുതുന്ന, വഴി നടത്തുന്ന, പരിപാലിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങൾ ഓരോ നിമിഷവും അനുഭവിക്കുവാൻ പോവുകയാണ്. നിങ്ങളിലൂടെ നിങ്ങളായിരിക്കുന്ന ദേശത്ത് ദൈവം തന്റെ പ്രവൃത്തികൾ ചെയ്തെടുക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ തയ്യാറാണോ? അങ്ങനെയെങ്കിൽ ദൈവം നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന ആ തീയെ ഒരു സാഹചര്യത്തിനും കെടുത്തിക്കളവാൻ നിങ്ങൾ വിട്ടുകൊടുക്കരുത്. എന്റെ കർത്താവ് എന്റെ കൂടെയുണ്ടെന്ന് എല്ലാ സാധ്യതകളുടെ നടുവിലും പറയുവാൻ തുടങ്ങണം. ഞാനൊരു കാര്യം ഉറപ്പ് പറയാം, ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശു ക്രിസ്തുവിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിത മേഖലകളിൽ തീർച്ചയായും നിങ്ങൾ കാണുക തന്നെ ചെയ്യും. സാധ്യതകളെ, സാഹചര്യങ്ങളെ നോക്കി നിരാശപ്പെട്ടിരിക്കുന്ന നിങ്ങളോട് ഇന്ന് ദൈവം സംസാരിച്ചു എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നെങ്കിൽ ഈ ദൈവത്തിന് മുമ്പാകെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണ്. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ അങ്ങയുടെ തൃക്കരങ്ങളിൽ തരികയാണ്. സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണെങ്കിലും അതിന്റെ നടുവിലും പ്രവർത്തിക്കാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ അങ്ങയുടെ ജനം കാണാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാകട്ടെ. സകലമാന മഹത്വം അങ്ങേക്ക്, സകലവും നസറേനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയ ദൈവത്തിലെ, ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കും. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.